ഒരു നല്ല വാക്ക് ഉച്ചരിക്കാൻ സാധ്യമാകുന്നിടത്താണ് നമുക്കിടയിലുള്ള മതിലുകൾ പൊളിഞ്ഞു പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മതിലിൻ്റെ കഥ അല്ലേ. ആ കല്ലുകളെ മുഴുവൻ ലോറിയിൽ പെറുക്കിയിട്ടിട്ട് ഒരു വീട്ടിൻ്റെ വെളിയിലേക്ക് കൊണ്ടുവന്നിട്ട് സിമൻ്റ് ഇട്ട് ആ ചിതറിത്തെറിച്ചു പോയ കല്ലുകളോട് പറഞ്ഞു, മക്കളെ നിങ്ങളൊക്കെ ഒരു അച്ഛനമ്മയുടെ മക്കളാണ്, കല്ലുകളെ നിങ്ങൾ ഭിന്നിക്കാൻ പാടില്ല, നിങ്ങൾ ഒന്നിക്കണം, നിങ്ങൾ ഐക്യപ്പെടണം. അങ്ങനെ വീടിന് ചുറ്റും ഈ ഭിന്നിച്ച കല്ലുകളെ മുഴുവൻ ഐക്യപ്പെടുത്തിയപ്പോൾ ഉണ്ടായത് അതാണ് രണ്ടാമത്തെ വരി. ഒന്നാമത്തെ വരി എന്താണ്? ഒന്നിപ്പിച്ചപ്പോഴാണ് ഉണ്ടായത്. കവിതയുടെ ഹെഡിങ് എന്താണ്? മതിൽ. ഒന്നാമത്തെ വരി ഒന്നിപ്പിച്ചപ്പോഴാണ് ഉണ്ടായത്, രണ്ടാമത്തെ വരി ഭിന്നിപ്പിക്കലാണ് പണി അല്ലെ. അങ്ങനെ മതിലുകൾ കല്ലുകളൊക്കെ ഒന്നായപ്പോ പിന്നെ പരസ്പര അയൽപ്പക്കക്കാർ തമ്മിൽ ഭിന്നരായി. അപ്പൊ ലക്ഷ്മിക്കുട്ടിയടുത്തേക്ക് ആമിനത്താത്താന്റെ വീട്ടിലേക്ക് കഞ്ഞി കുടിക്കാൻ പോകാൻ പിന്നെ ഓപ്ഷൻ ഇല്ലാതെയായി. കോയാക്കാക്ക് കോരൻ ഏട്ടന്റെ വീട്ടിലേക്ക് ചായ കുടിക്കാൻ പോകാനുള്ള ഓപ്ഷൻ ഇല്ലാതെയായി. നമുക്ക് മനസ്സുകൾക്കിടയിൽ മതിലുകൾ സൃഷ്ടിച്ച ലോകത്തിന്റെ മുമ്പിൽ ഈ രണ്ടു വരിക്ക് വലിയ പ്രസക്തിയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ജന്മം കൊണ്ട് ആരും ഉന്നതനാക്കിയിട്ടില്ല. നമ്മളെല്ലാവരും തിരിച്ചറിയണം. നമ്മൾ കർമ്മം ചെയ്യാം, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം മരിച്ചു പോകുന്നതിന് മുമ്പ് ജീവിക്കുക അല്ലേ. മരിച്ചു പോകും മുമ്പ് ജീവിക്കുക, അത് വല്ലാത്തൊരു വാക്കല്ലേ, അത് വല്ലാത്തൊരു വാക്കാണ്.